കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്റർവ്യൂ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ സുധീഷ് നിധിയോട് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ പ്രേമത്തെ പറ്റി ഇയാൾ എന്താ വിചാരിക്കുന്നെന്ന് സുധീഷ് ചോദിക്കെ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വിചാരിക്കുന്നില്ലെന്ന് നിധി. അത് കേൾക്കെ സുധീഷും നിരാശയോടെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതും തുലഞ്ഞു. ഇവൾ ഒരു സ്റ്റെപ്പ് ഇട്ടാലല്ലേ അങ്ങോട്ട് 4 സ്റ്റെപ്പെങ്കിലും ഇടാൻ പറ്റൂ. ഇങ്ങനെ ഗേറ്റ് അടച്ച് താഴിട്ട് പൂട്ടി വെക്കണോ മനസ്സെന്ന്. വീണ്ടും അവൻ നിധിയോടായി അതല്ല ഈ പ്രേമിക്കുന്നവരെ പറ്റി എന്താ വിചാരിക്കുന്നേ എന്ന് ചോദിക്കെ അവരെ പറ്റി ഞാൻ എന്തിനാ വിചാരിക്കുന്നേ, അത് പ്രേമിക്കുന്നവരല്ലേ വിചാരിക്കേണ്ടത് എന്ന് നിധി. അത് വിട്, വേറൊരു ചോദ്യം ചോദിക്കട്ടെ. പ്രേമിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സുധീഷ് ചോദിക്കെ. അതെന്തൊരു ചോദ്യ, നല്ല കാര്യമല്ലേ, ലോകം ഉണ്ടായ കാലം മുതലേ ഉള്ളതല്ലേ എന്ന് നിധി പറയേ. എന്നാ പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന സുധീഷിന്റെ ചോദ്യത്തിന് ഇല്ലെന്ന് നിധി. ഒരാളെ പോലും ഇൻഫ്രാക്ഷൻ ക്രഷ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നവൻ ചോദിക്കെ. ക്രഷ് ഉണ്ടായിരുന്നു മുമ്പ്, +2 പഠിക്കുന്ന കാലത്താ. ട്യൂഷന് പോകുന്ന സ്ഥലത്ത് ഒരു പയ്യനോട് ഒരു കുട്ടി ഇഷ്ടമുണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോവാൻ തുടങ്ങി. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ലെന്ന് നിധി പറയെ. ഇയാൾക്ക് അന്വേഷിച്ച് നോക്കിക്കൂടെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പേര് വെച്ച് നോക്കിയാലേ ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്നേ എന്ന് സുധീഷ് പറയേ. എന്തിന് എന്ന് നിധിയും. അല്ല ഈ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ എന്നവൻ ചോദിക്കേ. എന്തിന്, ട്യൂഷൻ സെന്ററിൽ വെച്ചുള്ള പരിചയം. വെറുതെ കൂട്ടുകാർ അതും ഇതും പറഞ്ഞുണ്ടാക്കി ആ സമയത്തെ ഒരു രസം. ജീവിതം മുഴുവനും അത് ഓർത്തിരിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ എന്നവൾ പറയേ. ഓക്കെ അത് കഴിഞ്ഞ് കോളേജിൽ വെച്ചിട്ടോ എന്നവനും. ഇതൊക്കെ ആ ബീച്ചിൽ വെച്ച് ചോദിച്ചതാണല്ലോ, അന്ന് ഞാൻ ഉത്തരവും പറഞ്ഞതല്ലേ. എനിക്ക് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് നിധി പറയേ. അതെന്താന്ന് സുധീഷും. അതിപ്പോ ഞാനെന്താ പറയാ, ചിലപ്പോ എന്റെ അച്ഛനെ പേടിച്ച് പിള്ളേർക്ക് അപ്രോച്ച് ചെയ്യാൻ പേടിയായിരുന്നിരിക്കും എന്നവൾ പറയുന്നത് കേൾക്കെ തന്റെ കവിള് തടവിക്കൊണ്ട് ആയിരിക്കും എന്ന് സുധീഷും. നിധിക്ക് അങ്ങോട്ട് ആരോടും ഒരു താല്പര്യം എന്ന് സുധീഷ് ചോദിക്കെ. എനിക്ക് പഠിക്കാൻ തന്നെ സമയമുണ്ടായിരുന്നില്ല പിന്നല്ലെന്ന് നിധിയും. നിധിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ല എന്ന് സുധീഷ് ചോദിക്കെ. വേറെന്ത് ചോദിക്കാനെന്ന് അവളും. അല്ല എനിക്ക് ആരോടേലും വല്ല പ്രേമമോ ക്രഷോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോന്ന് എന്നവൻ ചോദിക്കെ. ശരി, സുധീഷ് പ്രേമിച്ചിട്ടുണ്ടോ എന്ന് നിധിയും. പിന്നെ ഇല്ലേ, നല്ല ചോദ്യം. അതൊക്കെ വലിയ കഥകളാന്നേ, എഴുതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കഥയും ഓരോ കിടിലും പടങ്ങളാവും. ഒരു ദിവസം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ന് സുധീഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അയ്യോ വേണ്ട പ്ലീസ് കഥ വേണ്ട, ഒരു സിനിമയുടെ അത്രയും ഉണ്ടല്ലോ, അത് മുഴുവൻ കേൾക്കാനുള്ള മൂഡില്ല, അതുകൊണ്ടാണെന്ന് നിധിയും. എന്നാ ഞാനൊരു ഷോർട്ട് ഫിലിമിന്റെ അത്രയുള്ളൊരു കഥ പറയാമെന്ന് സുധീഷ് പറയേ. വേണ്ടെന്നേ, ഈ പാട്ടുകൂടി കഴിയുമ്പോഴേക്കും നമ്മൾ വീടെത്തും, അതിനിടയിൽ എന്തിനാ കഥയും സിനിമയും ഒക്കെ, വേണ്ട എന്നവൾ തീർത്തു പറയുമ്പോഴേക്കും മുഖത്തൊരു ചിരിയോടെ അത് സമ്മതിച്ചുകൊണ്ട് എങ്ങനെ വളയ്ക്കാൻ നോക്കിയിട്ടും വളയുന്നില്ലല്ലോ ഈശ്വര, കൊത്തി എന്ന് തോന്നുമ്പോഴേക്കും അങ്ങ് മുങ്ങിക്കളയും എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് സുധീഷും. പിന്നീട് വീട്ടുമുറ്റത്തെത്തി കാർ നിർത്തുമ്പോഴേക്കും നിധി തന്റെ ബാഗിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കുന്നുണ്ട്. അത് കാണുന്ന സുധീഷും ഇതെന്തിനാ കാശെടുക്കുന്നേ എന്ന് ചോദിക്കെ. എന്നെ കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നില്ലേ അതിനെന്ന് നിധിയും. അത് ശരി, ഇത് കുറച്ച് കൂടിപ്പോയി കേട്ടോ, എന്നെ ഇങ്ങനെ അപമാനിക്കല്ലേ എന്ന് സുധീഷും. സുധീഷിന്റെ തിരക്ക് എനിക്കറിയാം, എനിക്ക് വേണ്ടി ഇത്ര നേരം കളഞ്ഞതല്ലേ എന്ന് നിധി പറയേ. അതിന് പൈസ വേണമെന്ന് ഞാൻ പറഞ്ഞോ ഇയാളോട് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു ചെയ്യണ്ടേ എന്ന് നിധി ചോദിക്കേ. എടോ, എന്നെ എപ്പോഴും ഒരു ഡ്രൈവറായി മാത്രം കാണുന്നത് എന്തിനാ എന്ന് സുധീഷും ചോദിക്കുക. അയ്യോ അങ്ങനെയല്ല, ഇത് ഇത്തവണ വാങ്ങിയില്ലെങ്കിലേ അടുത്ത തവണ കാറിൽ കയറുമ്പോ എനിക്ക് ഒരുമാതിരി വല്ലാതെ തോന്നും. ഉള്ള ജോലി കളഞ്ഞിട്ട് എന്റെ ആവശ്യത്തിന് വേണ്ടി അലയുന്നതല്ലേ, വെറുതെ ആയാ എനിക്കൊരു ഗിൽറ്റ് ഫീൽ ആവും. ഇത് വാങ്ങിക്കെന്ന് പറഞ്ഞ് അവളാ കാശ് അവന്റെ നേരെ നീട്ടുകയാ. ഏയ് അതൊന്നും വേണ്ടെന്നേ, അതൊന്നും ശരിയാവൂല എന്ന് സുധീഷ് പറയേ. ഒരു ശരികേടുമില്ല അങ്ങനെ പറഞ്ഞ് വീണ്ടും അവൾ നീട്ടുന്നുണ്ട്. വേണ്ടെന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും നിധി ആകാശെ കാറിനകത്തേക്ക് വെച്ച് അവിടെ നിറങ്ങി പോവുകയാ. സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങാത്തത് കാണാൻ നിധിയും അങ്ങോട്ട് ചെന്ന് ഗ്ലാസ്സിൽ തട്ടി വിളിക്കുമ്പോഴേക്കും അവൻ ഗ്ലാസ് താഴ്ത്തി എന്താന്ന് ചോദിക്കേ. സുധീഷ് വീട്ടിലേക്ക് വരുന്നില്ലെന്ന് നിധി ചോദിക്കുക. എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് അവൻ ദേഷ്യത്തോടെ പറയേ. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് നിധി വീട്ടിലേക്ക് നടന്നു പോവുകയാ. അത് കാണാൻ സുധീഷും പരിഭവത്തോടെ ഓക്കേന്നോ, ഒന്ന് വന്നിട്ട് പോന്ന് പോലും പറഞ്ഞില്ല, സുഭാഷേട്ടൻ പോലും കൂടെ പിറക്കാത്ത സഹോദരൻ, ഞാൻ വെറും ഡ്രൈവർ, ഒരു ഫ്രണ്ട് പോലുമല്ല എന്ന് പറഞ്ഞ് അവൾ വെച്ച കാശെടുത്തുകൊണ്ട് ഈ കാശ് വന്ന് കടം വീട്ടിയാ എല്ലാം ഓക്കെ ആണെന്നാ വിചാരം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അത് എറിയാൻ തുടങ്ങി. അല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് അവൻ ആ കാശ് തന്റെ പോക്കറ്റിലേക്കിട്ട് കാറുമെടുത്ത് പോവുകയാ. നിധി ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും നികേഷ് അവിടെ പഠിക്കാനുള്ള പുസ്തകവും എടുത്തു വെച്ച് തന്റെ അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിപ്പാ. അത് കാണാൻ നിധിയും നികേഷെ എന്ന് വിളിക്കുക. നികേഷ് പെട്ടെന്ന് ആ ഫോട്ടോ തന്റെ ബുക്കിനകത്തേക്ക് വെക്കുകയാ. നിധിയും ടെൻഷനോടെ അവനെ തന്നെ നോക്കി നിൽക്കെ അവനും ടെൻഷനോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ നിന്നിട്ട് പോവുകയാ. പിന്നീട് രാത്രിയാകുമ്പോ സുനന്ദയുടെ വീട്ടിൽ കല്യാണത്തിന്റെ തലേദിവസത്തെ ആഘോഷങ്ങളെല്ലാം പൊടി പൊടിക്കുകയാ. ഉച്ചത്തിൽ പാട്ടെല്ലാം വെച്ചിട്ടുണ്ട്. സുഭാഷിന്റെ വീട്ടിൽ എല്ലാവരും ടെൻഷനോടെ ഡൈനിങ് ഹാളിൽ ഇരിപ്പാ. ഉമ്മറത്തെ കട്ടിലിൽ തന്റെ തോർത്തുകൊണ്ട് വീശിക്കൊണ്ടിരിക്കുകയായിരുന്ന അച്ഛനും ചൂടുകൊണ്ട് മനുഷ്യനിവിടെ ഇരിക്കാൻ വയ്യ, അതിന്റെ ഇടയിലാ അവന്റെ പാട്ട്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ ലൈൻമാന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്ത്
കറണ്ട് കട്ട് ചെയ്യിക്കായിരുന്നു എന്ന് പറഞ്ഞ അച്ഛൻ ബ്രാൻഡി എടുത്ത് കുടിക്കാൻ തുടങ്ങുക. പിന്നീട് അച്ഛൻ അകത്തേക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഡാ ഹരീഷേ, ചെന്ന് ശബ്ദം കുറയ്ക്കാൻ പറയടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലാന്ന്. അത് കേൾക്കാൻ സുധീഷും, എടാ ഹരീഷേ, നീ അവിടെ ഇരുന്നേ, അങ്ങേര് പറയുന്നതും കേട്ട് ചെന്ന് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കാൻ അതിനാര് പോകുന്നേട്ടാ എന്ന് ഹരീഷും. സുധീഷും നികേഷും അവിടെ ഡൈനിങ് ഹാളിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പന്തെറിഞ്ഞ് കളിക്കുകയാ. ഹരീഷ് അസ്വസ്ഥതയോടെ ഒരു കസേലയിലിരിപ്പാ. നിധി അവിടെ മേശയും ചാരി നിൽപ്പാ. ഹരീഷ് അച്ഛനോടായി വിളിച്ചു പറയുന്നുണ്ട്, ഉറക്കം വരുന്നില്ലെങ്കിലേ ചെവിയിൽ കുറച്ച് മണ്ണ് വാരി കുഴച്ച് അടയ്ക്കുന്നു. നിങ്ങളുടെ സ്വഭാവം കാരണമാ അമ്മായും വല്യച്ഛനുമൊക്കെ ശത്രുക്കളായത്. അതുകൊണ്ട് മാത്രമാ സുഭാഷ് ഏട്ടന്റെയും സുനന്ദയുടെയും കല്യാണം നടക്കാണ്ട് പോയത് എന്നവൻ പറയുന്നത് കേൾക്കെ, അതേടാ, ഇനി അതുകൂടി എന്റെ തലയിലേക്ക് ഇട്ടോ. അവളുടെ അച്ഛൻ ദുബായിൽ നിന്ന് നല്ല കിടിലൻ ചെറുക്കനെ കൊണ്ടു കൊടുത്തപ്പോ അവള് നിന്റെ ചേട്ടൻ മേസ്തിരിയെ തേച്ചു, അതിന് എന്റെ മേക്കിട്ട് കയറാൻ വരില്ലേ എന്ന് അച്ഛനും വിളിച്ചു പറയുന്നു. അപ്പോഴാണ് സുധീഷ് ചോദിക്കുന്നത്, അല്ല സമയം എത്രയായി, സുഭാഷ് ഏട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന്. ഇപ്പൊ ഫോൺ വന്നിരുന്നു, വന്നോണ്ടിരിക്കുകയാണെന്നാ പറഞ്ഞെന്ന് നികേഷും. സുഭാഷ് ഏട്ടൻ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും, ഇതൊന്നും കഴിഞ്ഞു കിട്ടണ്ടെന്ന് നിധിയും. ഉള്ളിൽ എത്ര സങ്കടമുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കില്ലല്ലോ, അമർത്തി വെച്ച് ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് നികേഷ് പറയെ, സുഭാഷ് ഏട്ടൻ അത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ ആരെ വേണേലും കല്യാണം കഴിച്ച് പോട്ടെന്ന് വെക്കണം. നമ്മുടെ ഭാഗത്തുനിന്ന് എത്ര ട്രൈ ചെയ്തതാണ്, കുറച്ചെങ്കിലും റിസ്ക് എടുത്ത് വരാൻ അവൾക്ക് തോന്നിയില്ലല്ലോ, കല്യാണം കഴിഞ്ഞു പോകുന്നതാ നല്ലത്. എടാ നികേഷ്, നീ ഒന്നുകൂടി സുഭാഷ് ഏട്ടനെ വിളിച്ചേ, എവിടെ എത്തിയെന്ന് ചോദിക്കേ, ചിലപ്പോ പണിസ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷ് തന്റെ മൊബൈൽ എടുത്ത് വിളിക്കാൻ തുടങ്ങിയിരുന്നു. 2 ദിവസമായി സുഭാഷ് ഏട്ടന്റെ പ്രകൃതം അത്ര ശരിയല്ല, നാളെ കല്യാണം കൂടി കഴിയുമ്പോ എങ്ങനെ ഓവർകം ചെയ്യുമെന്നാ എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോഴേക്കും നികേഷിന്റെ കോൾ കണ്ട സുഭാഷും കോൾ കട്ട് ചെയ്യുകയാ. കോൾ കട്ട് ചെയ്തല്ലോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും എല്ലാവരും ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സുഭാഷ് കയ്യിലൊരു കവറുമായി വീടിന്റെ മുറ്റത്തേക്ക് നടന്നു വരുന്നത്. അവൻ ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും, കേട്ടില്ലടാ അടിയന്തര പാട്ട് എന്ന് അച്ഛനും വിളിച്ചു ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഡൈനിങ് ഹാളിലേക്ക് ചെന്ന്, ഇവിടെ എത്തിയപ്പോഴാണ് നീ വിളിച്ചത്, പിന്നെ എഞ്ചിനീയർ എത്താൻ വൈകി, ആളെ കാത്തു നിന്നത് കൊണ്ടാ വൈകിയത് എന്ന് പറയേ, അല്ല ഇതെന്താ കയ്യില് പാർസലൊക്കെ എന്ന് സുധീഷ് ചോദിക്കുന്നു. വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി, അപ്പോ പിന്നെ എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചു, വൈകാതെ കഴിച്ചെന്ന് പറഞ്ഞ് അവനാ ബിരിയാണി തറയിലേക്ക് വെക്കുകയാ. എന്നിട്ടും എല്ലാവരും ടെൻഷനോടെ തന്നെ നിൽക്കുന്നത് കാണേ, എന്താ എല്ലാവരും ഒരുമാതിരി നോക്കി നിൽക്കുന്നേ, മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് സുഭാഷ് ചോദിക്കേ, ഏയ് ഞങ്ങൾക്കൊന്നുമില്ലെന്ന് സുധീഷും. എന്നാ വാ കഴിക്കാമെന്ന് സുഭാഷ് പറയേ, ഞാൻ എടുത്തു വെച്ചോളാം, സുഭാഷ് ഏട്ടൻ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് നിധി പറയേ, ഇത് നിങ്ങൾക്കായിട്ട് വാങ്ങിയതാ, എനിക്ക് അങ്ങനെ വിശപ്പില്ലെന്ന് സുഭാഷും. അതെന്താ ചേട്ടന് വിശപ്പില്ലാത്തെന്ന് ഹരീഷ് ചോദിക്കേ, അത് ഒരു ചെറിയ തലവേദന പോലെ, അതുകൾക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഈ തലവേദന എന്ന് സുധീഷും. അതെന്താന്നറിയില്ല, അത് ഭേദമായിക്കോളും, നിങ്ങൾ കഴിക്കേ, ഞാൻ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് റൂമിലേക്ക് പോവുകയാണ്. വീണ്ടും സുഭാഷ് തിരികെ വരുമ്പോഴും അവർ അതേ നിൽപ്പ് തന്നെയാ. അത് ശരി, നിങ്ങൾ ഇപ്പോഴും അതേ നിൽപ്പ് നിൽക്കുകയാണോ, പ്ലേറ്റ് പോലും എടുത്തില്ലല്ലോ, ശരി ഞാൻ എടുത്തോണ്ട് വരാം, എടാ കൈ കഴുകിട്ട് വാന്ന് ഹരീഷിനോടായി പറയേ. ഹരീഷും നികേഷും കൈ കഴുകാനായി പോവുകയാ. സുധീഷ് തറയിലേക്ക് ഇരിക്കുന്നത് കാണേ കൈ കഴുകുന്നില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഓ അധികം ചളിയൊന്നും ഇല്ലെന്നേ എന്ന് സുധീഷും. കുറച്ചുണ്ടല്ലോ, അത് കഴുകി കളഞ്ഞിട്ട് വാ എന്ന് നിധിയും. ഇരുന്നില്ലേ ഇപ്പോ എന്ന് സുധീഷ് ചോദിക്കേ. ഇരിക്കാലോ എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് കൈ കഴുകാനായി പോവേ. സുധീഷും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. കൈ കഴുകി വരികയായിരുന്ന ഹരീഷും ഇത്തിരി വൃത്തിക്കൊക്കെ നടന്നുവിടടോ എന്ന് ചോദിക്കുന്നുണ്ട് സുധീഷിനോടായി. ഹരീഷും നികേഷും തറയിലേക്ക് ഇരിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ പ്ലേറ്റുമായി വരുന്നുണ്ട്. നിധിയും ജഗ്ഗിൽ വെള്ളവുമായി അങ്ങോട്ടെത്തുമ്പോഴേക്കും സുഭാഷ് ബിരിയാണിയെല്ലാം പുറത്തെടുത്ത് വെക്കാനായി തുടങ്ങിയിരുന്നു. പുറത്തെ കട്ടിലിരിക്കായിരുന്ന അച്ഛനും എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് ചെന്ന്, ഇന്ന് പുറത്തുനിന്നാണോ എന്ന് ചോദിക്കേ. അതെ എന്ന് സുഭാഷോ. ബിരിയാണിയാണോ പോത്തോ കോഴിയോ എന്ന് അച്ഛൻ ചോദിക്കേ. കോഴി എന്ന് സുഭാഷോ. ആ കല്യാണ തലേന്ന് കോഴി ബിരിയാണി നല്ലതാ എന്നച്ഛൻ പറയുമ്പോഴേക്കും സുഭാഷ് അച്ഛനുള്ള പ്ലേറ്റ് എടുക്കുന്നുണ്ട്. പ്ലേറ്റ് ഒന്നും വേണ്ട, ആ പെട്ടിന്ന് നേരിട്ട് കഴിച്ചോളാം എന്നച്ഛൻ വിളിച്ചു പറയുമ്പോഴേക്കും സുഭാഷ് ഒരു ബിരിയാണി അച്ഛന് കൊണ്ട് കൊടുക്കുകയാ. സുഭാഷ് വീണ്ടും അവരുടെ അടുത്തേക്ക് ചെന്ന്, അതെ നിങ്ങൾ എടുത്തു കഴിച്ചോ എന്ന് പറഞ്ഞു പോവാൻ തുടങ്ങുമ്പോഴേക്കും ടെൻഷനോടെ ഇരിക്കുന്ന അവരെ ഒരു നിമിഷം നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വേണ്ട ഞാനും ഇരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവർക്കും ബിരിയാണി വിളമ്പിക്കൊടുത്ത് ഒരു പ്ലേറ്റിൽ തനിക്കും ബിരിയാണി എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും, സുഭാഷിന് ബിരിയാണി ഇഷ്ടമാണല്ലോ, എന്നിട്ട് എന്താ ഇത്ര കുറച്ചെടുത്തത് എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. തലവേദനയാണെന്ന് പറഞ്ഞില്ലേടാ എന്ന് സുഭാഷ് പറയേ. ഗുളിക വല്ലതും വേണോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അത് മാറിക്കോളാം മോളെ എന്ന് സുഭാഷ് പറയേ. അവന് തലവേദനയല്ല മോളെ, ഹൃദയവേദനയാ എന്ന് ഉമ്മറത്തിരിക്കുന്ന അച്ഛനും വിളിച്ച് പറയുന്നുണ്ട്. ആ പൂതനയുടെ വീട്ടിലെ പാട്ട് മാറി കഴിയുമ്പോ അവന് മൊബൈലിലെ മാനസമൈനെ വെച്ചു കൊടുക്ക്, അവൻ ഇത്തിരി സമാധാനമാവട്ടെ എന്ന് അച്ഛൻ വീണ്ടും വിളിച്ചു പറയേ. ഇങ്ങനെ ഞാൻ എന്ന് ദേഷ്യത്തോടെ നികേഷും വിളിച്ചു പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ കഴിക്കുന്ന നിധി പറയേ. സുഭാഷും പതിയെ വാരി കഴിക്കാനായി തുടങ്ങുകയാ. ആരും കഴിക്കാതെ ടെൻഷനോടെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കിയിരിക്കെ പെട്ടെന്ന് വാരി കഴിക്കാൻ തുടങ്ങുന്ന സുഭാഷിനെ ചുമ വരുന്നുണ്ട്. പതുക്കെ എന്ന് പറഞ്ഞ് നിധി വെള്ളമെടുത്ത് കൊടുക്കുമ്പോഴേക്കും സുഭാഷ് അത് വാങ്ങി കുടിക്കുക. പിന്നീട് ബാക്കിയുള്ളവരും ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും
പെട്ടെന്ന് പാട്ട് നിർത്തിയത് കേൾക്കെ ഓ നിർത്തിയോ നന്നായി എന്ന് ഉമ്മറത്തിരുന്ന് കഴിക്കായിരുന്ന അച്ഛനും പറയുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞ് ബോട്ടിലെ വെള്ളമെടുത്ത് ഉമ്മറത്ത് നിന്നു തന്നെ കൈ കഴുകുന്നതിനിടയിൽ കടലിലെ ഓളവും കരയിലെ മോഹവും മറക്കുകയില്ല മാനസമൈനേ വരൂ അച്ഛൻ പാട്ട് പാടുന്നത് കേൾക്കെ സുഭാഷിനും ആകെ സങ്കടമാവുകയാണ്. അവൻ കഴിക്കുന്നത് നിർത്തി എഴുന്നേറ്റ് പോകുമ്പോഴേക്കും സുധീഷും ദേഷ്യത്തോടെ അച്ഛന് വഴക്കു പറയാനായി എഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. നിധി അവനെ തടഞ്ഞേ സുധീഷേ വേണ്ട, ഇപ്പൊ എന്ത് പറഞ്ഞാലും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ അച്ഛൻ തർക്കിക്കും. അത് സുഭാഷ് ഏട്ടനെ വിഷമമാവുകയുള്ളൂ. വീട്ടേക്ക് കുറച്ചു കഴിയുമ്പോൾ നിർത്തിക്കോളും എന്ന് നിധി പറഞ്ഞു നിർത്തുമ്പോഴും അദ്ദേഹം അവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് പാട്ട് നിർത്താതെ പാടിക്കൊണ്ടേയിരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. ആകെ തളർന്ന് കരഞ്ഞിരിക്കുന്ന സുനന്ദയെ അമ്മ വഴക്കു പറഞ്ഞു ഉപദേശിക്കുന്നതും സുഭാഷ് ഏട്ടന്റെ സങ്കടങ്ങളെക്കുറിച്ച് നിധി സുധീഷും കൂട്ടരുമായി പങ്കുവെക്കുന്നതും ആ രാത്രി സുനന്ദ സുഭാഷിന്റെ വീട്ടിലേക്ക് എത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.